ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 41 ശ്ലോകം 5-6. പീതാംബരം കരവിരാജിത ശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 5. ചിത്രം പിശാച്യാനഹതകുമാര ചിത്രം പുരൈവാഗതി ശൗരിണേദം ഇതി പ്രശംസൻ കില ഗോപലോകോ ഭവന്മുഖാലോകരസേന്യമാക്ഷീൻ. അന്വയം അർത്ഥം. പിശാച്യ പിശാചിയാൽ, കുമാര കുമാരൻ, നഹത കൊല്ലപ്പെട്ടില്ല, ചിത്രം ഇതെത്രയും ആശ്ചര്യം തന്നെ, ഇതം പ്രകാരമുള്ള ആപത്ത് വരുമെന്ന കാര്യം, പുരായേവ പണ്ട് തന്നെ, ശൗരിണ വസുദേവനാൽ, അഖധി പറയപ്പെട്ടു, ചിത്രം എന്നത് ആശ്ചര്യം തന്നെ, ഇതി എന്നെ, പ്രശംസൻ ഭഗവാനെ പ്രശംസിക്കുന്നു, ഗോപലോക ഗോപന്മാർ, ഭവന്മുഖാലോകരസേ ഭഗവാന്റെ മുഖം കാണുന്ന രസത്തിൽ, ന്യമാക്ഷീത് കില മുങ്ങി. സാരം: ഭഗവാനെ നിഗ്രഹിക്കാൻ അശക്തയായ പൂതനയെ ഭഗവാൻ ഹനിച്ചതിലും ഇത്തരം ആപത്തുണ്ടാകുമെന്ന് പണ്ടേ വസുദേവൻ പറഞ്ഞതിലും അത്ഭുത പരതന്ത്രരായ ഗോപന്മാർ ഭഗവാനെ സ്തുതിച്ചു അദ്ദേഹത്തിൻ്റെ മുഖദർശനാനുഭൂതിയിൽ മുഴുകി പരവശരായിത്തീർന്നു. ഹരി ഓം. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 6. ദിനേ ദിനേ അധ പ്രതിവൃത്തലക്ഷ്മീ ദക്ഷിണമാംഗല്യശതോ വൃജോയം ഭവന്നിവാസാദൈ വാസുദേവ പ്രമോദസാന്ത പരിതോ വിരേജേ. അന്വയം അർത്ഥം. ഐ വാസുദേവ, അല്ലയോ കൃഷ്ണ, അധ അനന്തരം, ഭവന്നിവാസാൻ അങ്ങയുടെ വാസം കൊണ്ട്, ദിനേ ദിനേ ദിവസവും, പ്രതിവൃത്തലക്ഷ്മി അടിക്കടി വളരുന്ന സമ്പത്തോടു കൂടിയതും, അക്ഷീണമാംഗല്യ ശത ക്ഷയിക്കാത്ത അനേകം മംഗളവസ്തുക്കളോടു കൂടിയതും ആയ, അയം വൃജ ഗോകുലം, പരിത എങ്ങും, പ്രമോദസാന്ദ്ര ആനന്ദം നിറഞ്ഞതായി, വിരേജേ ശോഭിച്ചു. ഹരിയോ. സാരം: ഭഗവതാവാസം കൊണ്ട് സമ്പത്തും ഐശ്വര്യവും മംഗളപദാർത്ഥങ്ങളും ദിനം പ്രതി വർദ്ധിച്ച് ഗോകുലവാസികൾ പരമാനന്ദത്തിൽ മുഴുകിക്കഴിഞ്ഞു. ഹരി ഓം.